ഫോതൻസിസോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരണം. ചെറു ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനെഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയും 1/2 കപ്പ് ഓട്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റ് വെച്ചത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ പാലും വിനെഗറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുമ്പോഴേക്കും അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ചേർക്കുക. സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഉപ്പ് ചേർക്കുമ്പോഴേക്കും 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്താൽ മതിയാവും. ഇനി ഇതൊരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോഴേക്കും കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കുഴച്ചെടുക്കുമ്പോഴേക്കും കുറച്ചൊന്ന് ലൂസായിട്ടിരുന്നാലേ ഉള്ളൂ നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. കട്ടിയുള്ള മാവായിരിക്കരുത്, കുറച്ച് ലൂസാക്കി കുഴച്ചെടുക്കുക. ഇനി നല്ല സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു തുണി എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളയുക. ഒട്ടും വെള്ളം ഉണ്ടാവരുത്. ഇനി നമുക്കിതൊന്ന് മൂടി കൊടുക്കാം. ഇനി ഇത് ഡബിൾ സൈസ് ആവുന്നത് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം, ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് പംകിനും മെലൺ സീഡ്സും കൂടെ ചേർക്കുന്നുണ്ട്. ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ വലുപ്പത്തിൽ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സൈഡും നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് എണ്ണയൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തൂത്ത് കൊടുക്കുക. ട്രേ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബ്രെഡിൻ്റെ മാവ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മെലൺ സീഡും പംകിൻ സീഡ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഓട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നനഞ്ഞ തുണി കൊണ്ട് തന്നെ ഒന്ന് മൂടി കൊടുക്കാം. ഇത് 45 to 1 hour നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ പൊങ്ങിയതിന് ശേഷം വേണം നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 30 മിനിറ്റ്സ് ആണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ടവൽ കൊണ്ട് മൂടി കൊടുക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതൊരു വയർ റാക്കിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് നേരത്തെ പോലെ തന്നെ ഒരു ടവൽ കൊണ്ട് മൂടി കൊടുക്കാം. ബ്രെഡ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉടനെ നമ്മൾ മുറിച്ചെടുക്കരുത്. ഇപ്പോൾ പുറമേ നമ്മൾ തൊട്ട് നോക്കുമ്പോഴേക്കും തണുത്തായിട്ട് തോന്നുമെങ്കിലും നമ്മൾ അകത്ത് നല്ല ചൂടായിരിക്കും. കത്തി കൊണ്ട് മുറിച്ച് വരുമ്പോഴേക്കും ചൂടോടുകൂടി അത് ഒട്ടിപ്പോകും. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മുറിച്ച് ഉപയോഗിക്കുക. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ് ഇത്. നമുക്ക് ടീ ടൈമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബ്രെഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.